2022 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാർക്ക് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതിയുടെ നടപടി. 2022 ഓഗസ്റ്റ് 31 സംഭവം. സന്ദർശക പാസില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു. പിന്നാലെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ സുരക്ഷാ ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പരാതി. പത്തിലധികം പേരടങ്ങുന്ന സംഘത്തിന്റെ മർദ്ദനത്തിൽ 3 സുരക്ഷാ ജീവനക്കാർക്ക് പരിക്കേറ്റു. KA ശ്രീലേഷ്, N ദിനേശൻ, രവീന്ദ്ര പണിക്കർ എന്നിവരായിരുന്നു ആക്രമണത്തിന് ഇരയായത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്ന മാധ്യമപ്രവർത്തകൻ P ഷംസുദ്ദീനെയും സംഘം മർദ്ദിച്ചു. മർദ്ദനം തടയാനെത്തിയ രോഗിയുടെ കൂട്ടിരിപ്പുകാരനും ആക്രമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സംഭവത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം K അരുൺ ഉൾപ്പെടെ 7 പേർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു കേസ്. ഈ പ്രതികളെയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിലാണ് നടപടി. വിചാരണയ്ക്കിടെ പരാതിക്കാർ നേരത്തെ നൽകിയ മൊഴി മാറ്റിയിരുന്നു. ഇതാണ് പ്രതികൾക്ക് അനുകൂലമായത്. മാധ്യമപ്രവർത്തകനായ ഷംസുദ്ദീൻ മാത്രമാണ് തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നത്. പ്രതികളെ പിടികൂടുന്നതിലുൾപ്പെടെ പോലീസ് അലംഭാവം കാണിച്ചതായി നേരത്തെ വിമർശനമുയർന്നിരുന്നു. ഒടുവിൽ പരാതിക്കാർ മൊഴി മാറ്റിയതോടെ കോടതി വിധിയും പ്രതികൾക്ക് അനുകൂലമായി. അപ്പോഴും പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ ക്രൂരമർദ്ദനത്തിന്റെ വലിയ തെളിവായി അവശേഷിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.